ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി രാവിലെ തന്നെ ഓട്ടോയിൽ കിളിക്കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഓട്ടോയുടെ ശബ്ദം കേട്ട് അച്ഛൻ എത്തി നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിധിയാണെന്ന് അറിയുമ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഇത് കണ്ട് ഹരീഷ് ഓടി വരുക. ഏട്ടത്തി സുഖാണോ ഏട്ടത്തിക്ക്? ഏട്ടത്തി തിരിച്ചെത്തിയല്ലോ. നികേഷേ പുറത്തേക്ക് ഇറങ്ങി വാടാ, അതേ ഏട്ടത്തി വന്നിരിക്കുന്നു. ആണോ സുമേഷിട്ടാ, ഓടി വാ. അങ്ങനെ എല്ലാവരും ഓടി വന്ന് നോക്കാട്ടോ. സുധീഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് നിധി വന്നത്. എല്ലാം പിണക്കമൊക്കെ മാറി തിരിച്ച് വന്നു എന്നാണ് സുധീഷ് വിചാരിക്കുന്നത്. അകത്ത് കയറി വരുമ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി വന്നതാ സുമേഷേട്ടാ. മോളൊരു വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കാറില്ലേ. തൽക്കാലം ഞാനിപ്പോൾ ഒരു ചായ ഇട്ടുകൊണ്ട് വരട്ടെ? ശരി, എന്നാൽ പിന്നെ ചായ ഇടാം. അങ്ങനെ ചായ ഇടാൻ വേണ്ടിയിട്ട് സുമേഷ് അകത്തേക്ക് കയറുക കേട്ടോ. എന്നിട്ട് നികേഷിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കണം, എന്താടാ നിനക്കിങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാലും കണ്ടാലും സങ്കടം വന്നാലും ഒക്കെ നിനക്ക് പനി വരുന്നുണ്ടല്ലോ, എന്താ ഇങ്ങനെ? ഇതൊന്നും ശരിയാവില്ല കേട്ടാ. എന്നാലും ഏട്ടത്തി വന്നല്ലോ, എൻ്റെ അസുഖം ഇപ്പം തന്നെ പകുതി പമ്പ കടന്നു. ഉടനെ തന്നെ സുധീഷ്, നിധിക്ക് സുഖമാണോ? നിധി ഇന്ന് ജോലിക്ക് പോയില്ലേ? നിധി എങ്ങനെയാ വന്നത്? പക്ഷേ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ മൈൻഡ് പോലും ചെയ്യണില്ല. ബാക്കി എല്ലാവർക്കും അങ്ങ് ചിരി സഹിക്കാൻ വയ്യ. കാരണം വന്ന പാടെ തന്നെ സുബേഷിനോടും ഹരീഷിനോടും നികേഷിനോടും ഒക്കെയാണ് സംസാരം. അപ്പം അതുപോലെ സുധീഷിനെ അങ്ങ് ഒഴിവാക്കി ഇട്ടേക്കാട്ടോ. അപ്പം പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, കാപ്പി കഴിക്കുക. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടോ സുമേഷ് പെട്ടെന്ന് തന്നെ ആ ദോശയൊക്കെ നിധി കഴിക്കുകയാണ്, ചായ കുടിക്കുകയാണ്. സുമേഷ് ഏട്ടാ, ഈ ദോശയും ഈ ചായയുടെ ടേസ്റ്റും ഒക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്നപ്പോഴേ. അത് ശരി, ഞങ്ങൾക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഏട്ടത്തീനെ. എന്തായാലും ഏട്ടത്തി വന്നല്ലോ, സന്തോഷമായി. ഇനി എന്നും ഇവിടെ കാണുമോ എന്നൊക്കെ ചോദിക്കാട്ടോ. സുധീഷ് മാറി നിന്നുകൊണ്ട് സുധീഷിനെ മൈൻഡ് വയ്ക്കുന്നേ ഇല്ല. അപ്പോൾ നികേഷിനോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം, മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം, ഇങ്ങനെയൊന്നും നീ ചെയ്യരുത്, ഇനി അസുഖം വരാനുള്ള വഴിയൊന്നും വരുത്തി വെക്കരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെയൊക്കെ വന്ന് കണ്ടോളാം, എനിക്കിനി പോകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പോഴോടിപ്പോയി നമ്മുടെ സുമേഷ് പറയുന്നുണ്ട്, മോളെ ഓട്ടോയിൽ ഞാൻ അവിടം വരെ കൊണ്ടുവിട്ടുതരാം, നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ സുധീഷ് ഓടി ചെന്നിട്ട് പറയാം, സുമേഷ് ഏട്ടാ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അവളെ എൻ്റെ ഭാര്യ, ഞാൻ കൊണ്ടുവിട്ടോളാം അവളെ, നിങ്ങൾ എന്നെ അവളുടെ കൂടെ പറഞ്ഞു വിട് പ്ലീസ്. നിങ്ങളല്ലല്ലോ കൊണ്ടുവിടേണ്ട, ഞാനല്ലേ. എടാ അവളത് കേൾക്കില്ല, കേട്ടാലും ഇല്ലല്ലോ ഞാൻ കൂടെ പോവും. എന്നാൽ നീ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് സുമേഷ് പറയാം, അതെ നിധി മോളെ എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു, അപ്പോൾ സുധീഷ് കൂടെ വരും അവിടം വരെ ഒരു കൂട്ടിന്. വേണ്ട ഏട്ടാ, എനിക്ക് ആരും വരണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം എന്നും പറഞ്ഞിട്ട് നിധി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. സുധീഷല്ലേ വിടുവോ, പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. നിങ്ങളെന്തിനാ എൻ്റെ പുറകിലിങ്ങനെ വരുന്നത്? അതല്ല, അത് വേണ്ട, നിങ്ങൾ എൻ്റെ പുറകിൽ വരണ്ട, എനിക്ക് നടന്നു പോകാൻ അറിയാം, ഒറ്റയ്ക്ക് പോകാനും അറിയാം. അതെങ്ങനെ നിധി നിന്നെ ഒറ്റയ്ക്ക് വിടുന്നത്? ഞാനും കൂടെ വരാം, നീ തിരിഞ്ഞു നോക്കണ്ടെന്നേ, നീ മുന്നിൽ പൊക്കോ, ഞാൻ പുറകെ വന്നോളാം, ഞാൻ പുറകെ ഉണ്ടെന്ന് നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടും കേട്ടോ. അങ്ങനെ നിധിയുടെ പുറകെ വന്നിട്ട് കുറേ സോറി ചോദിക്കുന്നുണ്ട്, നിധി എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്നാൽ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ, ഒരു വിവരമില്ലാത്തവൻ, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പറയാൻ എടുക്കുകയൊക്കെ ചെയ്തു, പിന്നെ ഞാനല്ലേ ആ വീട്ടിൽ തെറ്റ് ചെയ്തത്, പ്ലീസ് എന്നോട് ക്ഷമിക്കാവോ നിധി എന്ന് ചോദിക്കുക കേട്ടോ. നിങ്ങളോട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല, നിങ്ങളൊന്നും പോകുന്നുണ്ടോ എൻ്റെ പുറകിൽ നിന്ന്? അതെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഞാനൊരു ഇതൊന്നും അല്ലട്ടോ, മോശപ്പെട്ട ആളൊന്നുമല്ല, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നെ ഇതിനൊക്കെ പുറമേ ഒരു കാരണം കൂടെ ഉണ്ട്. എന്താ കാരണം? നിധി തന്നെയാണ് അതിൻ്റെ കാരണം. ഞാൻ എന്ത് ചെയ്തു എന്നാ? അതല്ല, അത് അന്നേ എന്നോട് ക്ഷമിച്ചെന്ന് പറ, ഞാൻ പറയാം, എനിക്ക് നിങ്ങളുടെ ക്ഷമയും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് എല്ലാവരോടും നിധി ഭയങ്കര സ്നേഹത്തോടെ അല്ലേ പെരുമാറുന്ന, ഹരീഷിനോടും നികേഷിനോടും ഏട്ടനോടും ഒക്കെ എന്നെ അവഗണിച്ചല്ലേ സംസാരിക്കാറ്. വണ്ടി പഠിപ്പിക്കുന്ന കാര്യത്തിൽ പോലും എന്നെ ഒഴിവാക്കി വിട്ടില്ലേ. അതുകൊണ്ട് എൻ്റെ നാണക്കേട് സഹിക്കാൻ വയ്യാണ്ടും മനസ്സിലെ പ്രയാസം കൊണ്ടും ഞാൻ അന്ന് ഒത്തിരി കള്ള് കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പറ്റിയതാണ്. പിന്നെ പറഞ്ഞ് എരിയേറ്റാനും ചില ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കള്ള് കുടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എനിക്ക് തീരെ വിശ്വാസമില്ല. ഇല്ലെന്നേ. അതുമാത്രമല്ല, ഓരോ ന്യായങ്ങളും മുട്ടാമുട്ട കള്ളത്തരങ്ങൾ പറഞ്ഞു കേട്ട് എനിക്ക് മതിയായി. ഞാൻ ഇനി അങ്ങോട്ട് വരാനേ ഉദ്ദേശിക്കുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ പുറകെ വരരുതേ, ശല്യം ചെയ്യരുതേ നിധി, അങ്ങനെയൊന്നും പറയരുതേ. അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഏട്ടനോടും അവിടെ അനിയന്മാരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും നിനക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു വലിയ പേരുദോഷമുണ്ട്, പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞ് നിധി വന്നപ്പോൾ അതൊക്കെ മാറി വന്നതായിരുന്നു. ഇനിയിപ്പോൾ ആൾക്കാർ വീണ്ടും തുടങ്ങുമല്ലോ എന്നൊക്കെ ഇങ്ങനെ നിധിയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിക്കാട്ടോ. പെട്ടെന്നൊരു ഓട്ടോ വരുമ്പോൾ നിധി അവിടെ നിന്ന് കയറി പോവാണ്. പക്ഷേ പിറ്റേ ദിവസം തന്നെ സുധീഷ് വിടുന്നില്ല കേട്ടോ നിധീനെ.
ജോലിയെല്ലാം പോയിട്ട് തിരിച്ച് വരണ വഴിക്ക് തന്നെ വീണ്ടും നിധിയുടെ പുറകെ നടന്നിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിധിയുടെ കൂട്ടുകാരിയാണെങ്കിൽ തൊട്ട് പിറകെ ഏതോ ഒരു കോഴി വന്ന് ശല്യം ചെയ്തിട്ട് കല്ലെടുത്തെറിഞ്ഞാലോ എന്നും പറഞ്ഞു കൊണ്ടിട്ട് കല്ലെടുത്തെറിയാട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ സുധീഷാണ്. അയ്യോ സോറി, നിധിയുടെ കസിനായിരുന്നോ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്ന് പറയാട്ടോ. എന്തിനാ നിങ്ങൾ എൻ്റെ പുറകിൽ ഇങ്ങനെ വരുന്നത് പറ. അല്ല, നിധി എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ ഞാനിനി ആണോ? അതെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിധി വീട്ടിലേക്ക് വന്നോ. ഞാനാണല്ലോ പ്രശ്നക്കാരൻ, ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി തന്നേക്കാം. ആണോ? ഉറപ്പാണോ? നിങ്ങൾ പോവോ? ഞാൻ പൊക്കോളാം, നിധി അവിടെ വാ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, സുധീഷ് അവിടെ നിന്ന് പോകണം. വേണോ അത്? പിന്നെ നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾ പൊക്കോളാന്ന്. അപ്പോൾ കള്ളമാണല്ലേ? ഞാൻ അവിടെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വന്നാലോ? എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വേണ്ട, നിധി ഒരു കാര്യം ചെയ്യും, നിധി വന്നോ. ഞാൻ അവിടുന്ന് മാറി പൊക്കോളാം കേട്ടോ, ഞാൻ പൊക്കോളാം, നിധി വാ എന്നിങ്ങനെ പോയി പറയാട്ടോ. അവസാനം നിധിയോട് പറഞ്ഞു, എന്നോട് ക്ഷമ ചോദിക്കും, എങ്ങനെയെങ്കിലും എനിക്കൊരു മാപ്പ് തന്നാൽ മതി. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളോട് ഞാൻ മാപ്പ് തരാൻ തയ്യാറേ അല്ല. ഞാൻ വരുന്നോ വേണ്ടേ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ച് അറിയിക്കാം. പിന്നെ നിങ്ങൾ അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. അതെന്തിനാ മെസ്സേജ്? അല്ലെങ്കിലേ അതിൻ്റെ പേരും പറഞ്ഞു, അയ്യോ ഞാൻ അവിടുന്ന് മാറിയേ എന്നും പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടി നേരിട്ട് പറയണമെന്ന് പറഞ്ഞ് വീണ്ടും ഒലിപ്പിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് അത് വേണ്ട, നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾ അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. ആ നിമിഷം ഞാൻ ഇവിടുന്ന് മാറി അങ്ങോട്ട് വന്നേക്കാം നിധി പറയാട്ടോ. അങ്ങനെ നിധി അന്ന് തന്നെ പോകുന്ന വഴിക്ക് നിധിക്ക് ഭയങ്കര സങ്കടമാവുക കേട്ടോ. കാരണം എല്ലാവരും മാറി മാറി തൊഴുതും അപേക്ഷിച്ചും ഒക്കെ പറഞ്ഞല്ലോ പോവരുതെന്ന്. നികേഷും സുധീഷും സുമേഷും ഹരീഷും എല്ലാവരും. അത് നിധിയുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പോരാഞ്ഞിട്ട് സുധീഷ് ഇപ്പം വന്ന് ഈ കാല് പിടിച്ച് കരഞ്ഞും കെഞ്ചിയൊക്കെ പറയണ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിധിക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. പൊട്ടി ചിരിച്ചു പോവുകയാണ്. അപ്പോൾ നിധിയുടെ ചിരിയൊക്കെ കാണുമ്പോൾ സുധീഷ് വിചാരിക്കണം പിണക്കം മാറിയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ സുധീഷ് സന്തോഷത്തോടെയൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അന്ന് തന്നെ റൂമിൽ ചെന്നിട്ട് നിധി തീരുമാനിക്കുന്നുണ്ട്, റൂം എന്തായാലും മാറാം, തിരിച്ച് കിളിക്കൂട്ടിലേക്ക് തന്നെ പോകാമെന്ന്. അങ്ങനെ അവിടുന്ന് സുമേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാട്ടോ. സുമേഷും നികേഷും കൂടെ ആ രാത്രി തന്നെ ഹോസ്റ്റലിലേക്ക് വരുവാണ് നിധിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. നിധിയെല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് പോകാൻ റെഡി ആയിരിക്കട്ടെ. എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.